ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ന്യൂസ് കാസർഗോഡ് നിന്ന് വന്നൊരു ന്യൂസാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ന്യൂസിൻ്റെ വോയിസ് കേൾപ്പിച്ചിട്ട് ബാക്കി സംസാരിക്കാം. കാസർഗോഡ് നിന്നും പുറത്തുവരുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിലേക്കാണ്. ഹെഡ് മാസ്റ്റർ വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ചു എന്ന പരാതി. കുണ്ടകുഴി GHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽക്കല്ല് കാലുകൊണ്ട് നീക്കി എന്ന കാരണത്തിലാണ് കുട്ടിയെ അടിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതായി കുട്ടിയുടെ അമ്മ പറയുകയാണ്. കേസ് ഒതുക്കാൻ PTA പ്രസിഡന്റും അധ്യാപകരും 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും ഇതാണ് പുറത്തു വന്നിട്ടുള്ള ന്യൂസ്. കാസർഗോഡുള്ള കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവമാണ്. സ്കൂൾ അസംബ്ലിക്കിടെ കാല് വെച്ച് ചരല് മാറ്റിയതിന് പ്രധാന അധ്യാപകൻ ആ കുട്ടിയെ പിടിച്ചടിക്കുകയും അതേ തുടർന്ന് ആ കുട്ടിയുടെ കർണപടം പൊട്ടിപ്പോവുകയും ഇപ്പൊ ആ കുട്ടിക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളും ഒരു നാള് കുട്ടികളായിരുന്നു. നമ്മളും പലതരം കുസൃതികൾ കാണിച്ചിട്ടുണ്ട്, പല വികൃതികൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാനൊക്കെ പണ്ട് അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിലുള്ള കുട്ടികളുടെ മുടിയൊക്കെ പിടിച്ചു വലിക്കുക, അല്ലെങ്കിൽ മുടിയിൽ കുത്തിയിട്ടുള്ള ക്ലിപ്പൊക്കെ ഊരിയെടുക്കുക, അല്ലെങ്കിൽ ഷോളൊക്കെ പിടിച്ചു വലിക്കുക, ഒന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ പരസ്പരം ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സ്വകാര്യങ്ങൾ പറയുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതൊരു കുട്ടികളും ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണത്. അതുപോലെ ആയിരിക്കണം ഈ കുട്ടി ചെയ്തിട്ടുള്ളത്. കാല് വെച്ച് ചരല് മാറ്റി അതേ തുടർന്നാണ് ഈ പ്രധാന അധ്യാപകൻ പിടിച്ചടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് എന്തായാലും ഇങ്ങനെ ഒരു അതിക്രൂരമായ ഒരു പണിഷ്മെന്റ് ചെയ്തത് എന്തായാലും ശരിയായില്ല. പ്രധാന അധ്യാപകൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല അത്. ഈ അധ്യാപകരെ കണ്ടിട്ടാണല്ലോ മറ്റ് കുട്ടികൾ ഇനി പഠിക്കേണ്ടത്. അങ്ങനെ ഒരു അധ്യാപകൻ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്തായാലും ശരിയായിട്ടില്ല. അതിനുശേഷം ന്യൂസിൽ പറഞ്ഞതും കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. PTA പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റധ്യാപകർ ചേർന്നത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നും കൂടെ ആ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ചിലപ്പം അവനവന്റെ മക്കൾക്ക് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് വേദനിക്കുക അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് നടക്കുമ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും അതൊരു ന്യൂസ് മാത്രമാണ്. ഓക്കെ, ശരി, ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു, ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ അവനവന് സംഭവിക്കുമ്പം നമുക്ക് അതിന്റെ വേദനയും അതിന്റെ ആഴമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം അവനവന്റെ മക്കൾക്ക് സംഭവിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഒരു 1 ലക്ഷം രൂപ വാങ്ങി അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ചെയ്യില്ല, എന്തായാലും അങ്ങനെ ഒരു കാര്യം. എന്തായാലും ഇപ്പം അത് ഘടകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ടെന്നാണ് ന്യൂസിലേക്ക് അറിയാൻ പറ്റിയത്. ഞാൻ അവിടെ പഠിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇങ്ങനൊരു വാർത്ത കണ്ടപ്പം എനിക്ക് ചെറിയൊരു വീഡിയോ